ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ചില പുസ്തകങ്ങൾ നമ്മെ ആകർഷിക്കുന്നത് അതിൻ്റെ പേരുകൊണ്ടാണ്. ചില പുസ്തകങ്ങൾ വലിപ്പത്തിലോ അതിൻ്റെ കളർ ഭംഗിയിലോ മറ്റൊന്നുമല്ല. ചില ശീർഷകങ്ങൾ കൊണ്ട് ചില പുസ്തകങ്ങൾ നമ്മെ ശരിക്കും ആകർഷിക്കും. അങ്ങനെ എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിൽ. പുസ്തകത്തിൻ്റെ പേര് അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതും. സഖ്യാറാണ് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ. വിമല പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം 65 പേജുകളിൽ വളരെ ചെറുതായ ആശയങ്ങളോടെ അല്ലെങ്കിൽ വ്യാഖ്യാന ശൈലിയോടെ വളരെ ചെറിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. പുസ്തകത്തിൻ്റെ അവതാരികയുടെ തുടക്കത്തിൽ ഇങ്ങനെയൊരു കുറിപ്പുണ്ട്. കണ്ണു തുറന്നാൽ കാഴ്ച, കണ്ണടച്ചാൽ ദർശനം. നിഘണ്ടുവിൽ 2 വാക്കുകൾക്കും ഒരേ അർത്ഥം. പക്ഷേ കാഴ്ചയിൽ നിന്ന് ദർശനത്തിലെത്താൻ പ്രപഞ്ചങ്ങൾ താണ്ടണം. കാഴ്ചയുടെയും ദർശനത്തിൻ്റെയും 2 അർത്ഥ തലങ്ങളെക്കുറിച്ചുള്ള ഒരു പരിചയം തന്നെയാണ് അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതും എന്ന പുസ്തകത്തിലൂടെ സഖ്യാർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സഖ്യാർ അവതരിപ്പിക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ, നല്ല ചിന്തകളുടെ പിൻബലത്തിൽ, നല്ല ദർശനങ്ങളുടെ അനുഭവങ്ങളുടെ അകമ്പടിയോടുകൂടി സഖ്യാർ വളരെ മനോഹരമായി ഈ ചെറിയ പുസ്തകത്തെ മനോഹരമാക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 10 ദർശനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വിളിക്കാം അതിനെ. 10 അധ്യായങ്ങളാണ്. ഈ 10 അധ്യായങ്ങളും 10 ധ്യാനങ്ങളാണ്. പല ചിന്തയിലൂടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളെ, ബോധ്യങ്ങളെയൊക്കെ കൂടുതൽ സുന്ദരമാക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരല്പം കൂടി ഒന്ന് ചിന്തിച്ചെടുക്കാൻ, പരിചിതമായ മേഖലകളെ പോലും ഒരു ധ്യാനത്തിൻ്റെ മേഖലയിലേക്ക്, ഒരു ധ്യാന ചിന്തയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് സഖ്യാർ മനോഹരമായി ഈ 10 അധ്യായങ്ങളെ തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ ശൈലിയിലൂടെ, അനുഭവങ്ങളിലൂടെ ഈ അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതുമെന്ന പുസ്തകം സഖ്യാർ നമുക്ക് മുമ്പിൽ ഒരുക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊത്തിരി കാര്യങ്ങൾക്ക് വ്യക്തതയുള്ള, അറിവുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഹൃദയം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഹൃദയം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്കുള്ള ഊന്നലാണ് ഈ പുസ്തകത്തിലൂടെ സഖ്യാർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അമ്മ തൊട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും, ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം എത്തി നോക്കുകയാണ്. അമ്മ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ നിന്ന് വന്നു നിൽക്കുന്നത് ചക്രവർത്തിയിലേക്കാണ്, സ്ഫോടനം. അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന എല്ലാ അനുഭവ തലങ്ങളെയും ഇദ്ദേഹം കുറിച്ചിടുകയാണ്. അത് നമ്മുടെ നോമ്പിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം, നമ്മുടെ ധാരണകൾ, ക്രിസ്തീയ ധാരണകൾ, ദൈവത്തോടുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളോടും ഇദ്ദേഹം ഒരു ധ്യാനപൂർവകമായ യാത്ര നടത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ ഒരു യാത്ര പോവുകയാണ്. തുടക്കത്തിൽ നിന്ന് അവസാനത്തിലെത്തുമ്പോൾ ഈ യാത്രയുടെ അവസാനം ഒരു ധ്യാനത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ചില അറിവുകൾ പിന്നീട് ഹൃദയം പറഞ്ഞ ചില അറിവുകളാക്കി അത് മാറ്റുകയാണ്. അതുകൊണ്ട് അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതുമെന്ന ഈ ശീർഷകം വായിക്കുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ അക്ഷരങ്ങൾ ഓരോന്നും ഓരോ ധ്യാനങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് പരിണമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതും. ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അമ്മയെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യ വരികൾ ഇപ്രകാരമാണ്: മഴ തോർന്നു പക്ഷേ അമ്മ തോർന്നില്ല എന്ന്. മഴ തോർന്നു പക്ഷേ അമ്മ തോരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ? പല പല മഴകളും പേമാരികളും സന്തോഷങ്ങളും സന്താപങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ വന്നും മാഞ്ഞുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ അമ്മ മാത്രം മാഞ്ഞു പോകുന്നില്ല. അവൾ മാത്രം തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ ആദ്യ അധ്യായം വളരെ രസകരമായിട്ടാണ് സഖ്യാർ അവതരിപ്പിച്ചിരിക്കുന്നത്. സുവിശേഷത്തിലൊക്കെ ഈശോ പഠിപ്പിക്കുന്നത് പോലെ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഓരോ പഠനങ്ങൾ പോലെ കുറച്ച് കുറിപ്പുകളോടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം ആരംഭിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ്. അമ്മ എന്ന ആ ധ്യാനമാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം. തുടക്കത്തിൽ ഒരു വരിയുണ്ട്:
മഴ തോർന്നു, പക്ഷേ അമ്മ തോർന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയല്ലേ സംഭവിക്കുന്നത്? അമ്മ മാത്രം തോരുന്നില്ല. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ വന്നും മാഞ്ഞുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്മ എന്ന ആ ഒരു ഭാവം മാത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. പല പല മേഖലകളിലൂടെ, പല പല അവസ്ഥകളിലൂടെ അമ്മ മാത്രം ജീവിതത്തിലേക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ അധ്യായം തന്നെ ഈശോയുടെ സുവിശേഷ പ്രഘോഷണം പോലെ, സുവിശേഷത്തിൽ നാം കണ്ടെത്തുന്ന ആ ഒരു വിളിച്ചു പറയൽ പോലെ ഈ സഖേർ എന്ന എഴുത്തുകാരൻ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഒരു വൈദികനായതുകൊണ്ടാവാം ഇത്രമാത്രം സൂക്ഷ്മതയോടെ അമ്മ എന്ന ഈ വിഷയത്തെ അദ്ദേഹം അപഗ്രഥിച്ചിരിക്കുന്നത്. 3-4 ചിന്തകളിലൂടെ ഈ ഒരു വിഷയത്തെ അദ്ദേഹം മനോഹരമാക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അമ്മമാരെ സ്നേഹിക്കാൻ നാം ഇതുവരെ പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അമ്മമാരെ സ്നേഹിക്കാൻ നാം പഠിക്കാത്ത ഒരു കാലം, അമ്മമാരെ സ്നേഹിക്കാൻ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അമ്മമാരെ ജീവിതത്തോട് എങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കാമെന്നുള്ള ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൻ്റെ ആദ്യ ചിന്തയാണിത്. അമ്മമാരെ സ്നേഹിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരു അമ്മയുണ്ടാകുക എന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, മറിച്ച് ഏത് മേഖലകളിലും ഏതവസ്ഥയിലും വിജയത്തിലും പരാജയത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മെ ഓർക്കാൻ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു അമ്മയുണ്ടാകുക എന്നത് അതൊരു അനുഗ്രഹം തന്നെയാണ്. ഇനി അമ്മ നഷ്ടപ്പെട്ടവർക്ക് അമ്മയായി പരിശുദ്ധ അമ്മയുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പും അദ്ദേഹം നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. വീണ്ടും വരികയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് പോലും അമ്മയെ ഉപേക്ഷിക്കാനാവില്ല. ദൈവത്തിന് പോലും അമ്മയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനാവില്ല. കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈ ലോകത്തിനു വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുന്നതും അമ്മയെയാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ലോകത്തിനു വേണ്ടി ഒരു അമ്മയെ മാറ്റിവെക്കുമ്പോൾ അമ്മ എന്ന ഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഭാവമാണ് എന്ന് എഴുത്തുകാരൻ ഇതിനെ ഈ പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂക്കളെ നോക്കി പുഞ്ചിരിക്കുകയും പൂമ്പാറ്റകളെ നോക്കി ആശ്ചര്യത്തോടെ കൺമിഴിച്ചു നിൽക്കുകയും ചെയ്ത നേരത്താവും നിലം പറ്റ കിടക്കുന്ന പുൽനാമ്പുകളുടെ സൗന്ദര്യം അമ്മ കാട്ടിക്കൊടുത്തത്. എത്രയോ തവണ തൻ്റെ മകൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി അമ്മ വിരുന്നൊരുക്കിയിട്ടുണ്ടാവും. അതിലൊന്നിലും വീഞ്ഞു തീർന്നു പോകാതിരിപ്പാൻ ശ്രദ്ധയോടെ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അയൽവീട്ടിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയെന്ന് അമ്മ മാത്രം എങ്ങനെയാണ് അറിയുക? സത്യത്തിൽ ഈ ചിന്തയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത് അമ്മയുടെ കരുതലിനെക്കുറിച്ചാണ്. ദൈവത്തിന് പോലും അമ്മയെ ഉപേക്ഷിക്കാനാവില്ല എന്ന് സഖേർ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പിൻബലത്തിൽ നമ്മെ അത് അടിവരയിട്ട് പഠിപ്പിക്കുന്നത് ഈ അമ്മമാരുടെ കരുതലിനെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ വീഞ്ഞു തീർന്നു പോകുന്ന ഏത് മേഖലകളിലും, അത് ഐശ്വര്യങ്ങളായാലും അനുഗ്രഹങ്ങളായാലും സമൃദ്ധിയായാലും, ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമേ അമ്മമാരാണ് അറിയുക. നമ്മുടെ ജീവിത വഴികൾ നന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ നന്മയുടെ പാതയിൽ നിന്ന് ഇരുട്ടിൻ്റെ പാതയിലേക്ക് നമ്മുടെ കാലുകൾ കുതറുമ്പോൾ അമ്മമാരാണ് ആദ്യം അറിയുക. ആ ജീവിതത്തിൻ്റെ വീഞ്ഞ് നഷ്ടപ്പെടുന്നുവെന്ന് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ബോധ്യമുണ്ടാവുക. ഇപ്രകാരം അമ്മമാരുടെ ജീവിതമാണ് കരുതലിൻ്റെ ജീവിതമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ അമ്മമാരെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു പാഠം തന്നെയാണ് സഖീറിൻ്റെ ഈ പുസ്തകം. ഈ അമ്മമാരെക്കുറിച്ചുള്ള ഈ ചിന്തകളുടെ അവസാനത്തെ ഒരു ചിന്തയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതിപ്രകാരമാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളെ പ്രതി നോമ്പെടുക്കുന്ന അമ്മമാർ കുറഞ്ഞിട്ടാണോ എന്നറിയില്ല, അമ്മയെ പ്രതി നോമ്പെടുക്കുന്ന മക്കൾ കുറഞ്ഞു വരികയാണ്. അമ്മയെ പ്രതി നോമ്പെടുക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ. പക്ഷേ ഒരു മകനെ പ്രതി, ഒരു മകളെ പ്രതി എത്രയോ അമ്മമാരാണ് നോമ്പെടുത്തു പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ വേദനകൾ സഹിക്കുന്നത്. ജീവിതത്തിൽ മക്കളുടെ വേദനകളോട് ചേർന്ന് അവൾ കരയുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവളുടെ ഉദരത്തിൽ നിന്ന് മക്കൾ രൂപപ്പെട്ടതുകൊണ്ടാണ്.
അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മക്കൾ ഇന്നും വളരുന്നത് കൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ടോ മക്കൾ അത് തിരിച്ചറിയാതെ പോകുന്നു. പിന്നീട് വരുന്നത് നോമ്പ് വിചാരമാണ്. ഒരു യഥാർത്ഥ നോമ്പിൻ്റെ ചിന്താശകലങ്ങൾ സഹീർ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കരുണ കരകവിയുന്നതിനെയാണ് ഞങ്ങൾ നോമ്പ് എന്ന് പറയുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കരുണ എങ്ങനെയാണ് കരകവിയുന്നത്? ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഈ കാലഘട്ടത്തിൽ കരുണയായിരിക്കണം, അല്ലെങ്കിൽ കരുണയായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ നഷ്ടപ്പെട്ടു പോകുന്ന കരുണ കരകവിയുന്നതിനെയാണ് നോമ്പ് എന്ന് പറയുക. പലപ്പോഴും ബാഹ്യമായ പല ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിലേക്ക് നോമ്പായി കടന്നു വരുന്നുണ്ട്. പക്ഷേ പുണ്യങ്ങളെന്നാണ് നോമ്പായി മാറുക. ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട പുണ്യങ്ങളെ നോമ്പാക്കി മാറ്റുമ്പോഴാണ് ഒരു യഥാർത്ഥ നോമ്പിൻ്റെ അനുഭവം നമുക്ക് കൈവരുന്നത്. നോമ്പ് ഒരു ഗുരു സാന്നിധ്യമാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും അതൊരു അഗ്നിസ്നാനമാണ്. എല്ലാത്തരം ഇരുളിനെയും നീക്കം ചെയ്യുന്ന ഒന്ന്. ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലെല്ലാം വെളിച്ചം നിറയ്ക്കുന്ന ഒരു ഗുരു സാന്നിധ്യം. ഉള്ളം തപിക്കലാണ് ഇവിടെ നടക്കുക. തപസ്സിൽ ഉൾത്തടം കവിഞ്ഞൊഴുകുന്നു. കരുണയുടെ വെളിച്ചം നിറഞ്ഞൊഴുകുന്നവരാണ് പ്രസാദമുള്ളവർ എന്ന് വിളിക്കുക. ഈ കരുണയുടെ വെളിച്ചം ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നവരിലേക്ക് നോമ്പ് ഒരു ചോദ്യചിഹ്നമായി വരികയാണ്. എപ്രകാരമാണ് കരുണ കരകവിയുന്ന, കരുണ ജീവിതത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കുന്നത്? അപ്പോൾ മാത്രമാണ് നോമ്പിൻ്റെ യഥാർത്ഥ ചിന്ത, ആ ബോധ്യം ജീവിതത്തിലേക്ക് കൈവരാൻ നമുക്ക് സാധിക്കൂ. കരുതൽ പോലെ, കരുണ പോലെ മറ്റ് കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ ഈ നോമ്പിൻ്റെ പുണ്യങ്ങളായി മാറുകയാണ്. ജീവിതത്തിൽ ഇപ്രകാരമുള്ള പുണ്യങ്ങൾ കരകവിയുമ്പോൾ നോമ്പ് തുടങ്ങുകയാണ്. ആ നോമ്പിലേക്കുള്ള ദൂരത്തിലേക്കാണ് സഖേർ നമ്മെ വിളിക്കുന്നത്. നമ്മുടെ വാക്ക് ക്രിസ്തുവിന് വഴിയൊരുക്കുന്നതാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൻ്റെ വാക്ക് നാവിൽ മുളയ്ക്കും വരെ മരുഭൂമിയിൽ പാർക്കാൻ നമുക്കാവണം. ഹൃദയനിലം കിളയ്ക്കണം, മൺകലത്തിൽ തിളയ്ക്കണം. അതിനെയാണ് സാധനയുടെ കാലമെന്ന് വിളിക്കുക. ബഹളങ്ങളും കോലാഹലങ്ങളും നമ്മെ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ സഖേർ നടത്തുന്ന ഈ ഇടപെടൽ, ഈ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലൂടെ നോമ്പ് എന്ന അധ്യായത്തിലൂടെ അദ്ദേഹം നടത്തുന്ന ഇടപെടൽ വളരെ മനോഹരമാണ്. അത് ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ കുറിപ്പിൻ്റെ അവസാനം മറ്റു പല വിവരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു ശീർഷകത്തിലൂടെ അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതിപ്രകാരമാണ്: ഇനി അല്പനേരം നിശബ്ദരായിരിക്കാം. അവശേഷിക്കുന്നത് മൗനമാണ്, മൗനം മാത്രം. പലപ്പോഴും നിശബ്ദതയിലേക്കുള്ള ഒരു പദചലനമാണ് നമുക്കില്ലാതെ പോകുന്നത്. അവശേഷിക്കുന്നത് മൗനമാണെന്ന് നാം ഓർക്കണം. മൗനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ മൗനത്തിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നാം ചേർത്ത് വയ്ക്കണമെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നിശബ്ദതയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് ഈ പുസ്തകം ഒരു ധ്യാനമാണ് എന്ന്. ഈ പുസ്തകത്തിലെ 10 അധ്യായങ്ങളും ഓരോ ധ്യാനങ്ങളാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം അവസാനിക്കുന്നതും ഓരോ അധ്യായങ്ങൾ അവസാനിക്കുന്നതുമെല്ലാം ഓരോ ധ്യാന വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൻ്റെ ധ്യാന വിചാരം ഇതാണ്: ഇനി അല്പനേരം നിശബ്ദരായിരിക്കാം. കാരണം അവശേഷിക്കുന്നത് നിശബ്ദതയാണ്, മൗനമാണ്. മൗനം മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മൗനം എപ്രകാരമാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് വരുന്ന അധ്യായം ധാരണയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. നാം ഇനി എന്നാണ് ക്രിസ്തുവിനെ ധരിക്കുക? പലപ്പോഴും നമ്മളുടെ ജീവിത ധാരണകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, ക്രിസ്തുവിനെക്കുറിച്ചായാലും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചായാലും, എന്നാണ് അതിനെ നാം ജീവിതത്തോട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നാണ് ഈ വിസ്മയങ്ങളെയെല്ലാം ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇനി എന്നാണ് ക്രിസ്തുവിനെ ധരിക്കുക? അങ്ങനെയല്ലാതെ ഒരു ക്രിസ്തീയ ധാരണ എപ്പോഴാണ് നമുക്കുണ്ടാവുന്നത്? ക്രിസ്തുവിനെ ധരിക്കുന്നവരാകുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും ബോബിയച്ചനൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് അണിയുന്ന ഒരു ആഭരണം പോലെ പ്രാർത്ഥന മാറുന്നുവെന്ന്. സത്യമല്ലേ അത്? നമുക്ക് ആവശ്യമുള്ളപ്പോഴും നമുക്ക് തോന്നുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എടുത്തണിയുന്ന ഒരു ആഭരണം പോലെ പ്രാർത്ഥന മാറുകയാണ്. പക്ഷെ ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ ജീവിതത്തോട് നാം ചേർന്ന് നിന്നാൽ, നമ്മുടെ ജീവിതത്തോട് അവനെ ചേർത്ത് നിർത്തിയാൽ അവിടെയാണ് ഒരു വിശ്വാസത്തിൻ്റെ തലം രൂപപ്പെടുക. അതിനെയാണ് ഈ ധാരണ എന്ന അധ്യായത്തിലൂടെ ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഇനി എന്നാണ് ക്രിസ്തുവിനെ നീ ധരിക്കുക? നിനക്ക് എന്നാണ് ക്രിസ്തുവിനെ അണിഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കുന്നത്? ആ ഒരവസ്ഥയിലാണ് പ്രാർത്ഥനയൊക്കെ ഏറ്റവും വിശ്വാസത്തിൻ്റെ തലമായി മാറുന്നത്. പുതിയ കാലത്തിൻ്റെ ആധ്യാത്മിക വേഷങ്ങൾ നമ്മെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. സുതാര്യത നഷ്ടപ്പെടുകയെന്നാൽ പാപമാണെന്ന് ആരും പഠിക്കുന്നില്ല. വെളിച്ചമില്ലാത്തിടത്ത് എങ്ങനെയാണ് സുതാര്യത ഉണ്ടാവുക? പലപ്പോഴും ഈ വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് വിശ്വാസതലത്തിലേക്കും സ്നേഹതലത്തിലേക്കുമൊക്കെ കയറുമ്പോൾ ജീവിതത്തിൽ ദൈവം എന്ന ആ ഒരു സ്ഥാനത്തെ പോലും മറന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഇരുട്ടിലേക്കാണ് ഇന്നത്തെ ഈ കാലഘട്ടം വഴി പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകം എഴുതിയത് 2006-ലാണ്. ഇന്നും വളരെ പ്രസക്തമായി നിൽക്കുകയാണ് ഈ പുസ്തകത്തിലെ ഓരോ വരികളും. കാരണം ഒരു പ്രവാചക ശബ്ദം പോലെ സുവിശേഷത്തിലെ വിളിച്ചു പറയലാണ് സഖ്യർ അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതും എന്ന ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ഈ സുതാര്യത നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ എല്ലാ തലത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ ആത്മാർത്ഥമായ വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ ഏതൊരു വ്യക്തിയെയും കൈപിടിച്ച് നടത്തുന്ന ഒരു തലമാണ്. ഈ സുതാര്യത നഷ്ടമാവുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് സഖ്യർ മനോഹരമായി തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ധ്യാനം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: സുതാര്യമായ ജീവിതങ്ങൾക്ക് രഹസ്യമില്ല, അതുകൊണ്ട് തന്നെ പരസ്യവുമില്ല. സത്യത്തിൽ ആത്മീയത വിൽക്കാനുള്ളതും പരസ്യം ആവശ്യപ്പെടുന്നതും അല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആത്മീയത ഇന്ന് വിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മീയത ഇന്ന് പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, സഖ്യർ ഈ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് വിൽക്കാനുള്ളതല്ല, പരസ്യം ചെയ്യാനുള്ളതല്ല, മറിച്ച് ഇതൊരു ധാരണയാണ്. ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് ആ സുതാര്യത, വിശ്വാസത്തിൻ്റേതായാലും സ്നേഹത്തിൻ്റേതായാലും ഒരു ആത്മീയ സുതാര്യത ജീവിതത്തിലേക്ക് കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയത വിൽക്കാനുള്ളതല്ല, അത് പരസ്യം ചെയ്യാനുള്ളതല്ല. ജീവിതം നമുക്ക് തുറന്നു വയ്ക്കാനുള്ള ഒരു പുസ്തകമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വായിച്ചെടുക്കാനും പഠിക്കാനും അത് നമ്മുടെ വിശ്വാസവും സ്നേഹവുമൊക്കെയാണ് എന്നാണ് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാനും ജീവിതത്തിൽ പകർത്തി എഴുതാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയതയൊക്കെ ഒരു യാഥാർത്ഥ്യ തലത്തിലേക്ക് വഴിമാറുന്നത്. അതാണ് ഏറ്റവും വലിയ വിശ്വാസമെന്ന് സഖ്യർ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ എല്ലാ പഠനങ്ങളെയും ഇദ്ദേഹം മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പിന്നീട് വരുന്ന അധ്യായം സംസ്കാരം എന്ന തലക്കെട്ടിലാണ്. സംസ്കാരം എന്നാൽ എന്താണ്? പലപ്പോഴും നാം നമ്മുടെ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെയൊക്കെ സാംസ്കാരിക ചുറ്റുപാടിലേക്കൊക്കെ വഴിമാറും. പക്ഷേ അതിനെക്കുറിച്ചല്ല, ദൈവികമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ദൈവികമായ ഒരു സംസ്കാരം എന്നാൽ നമ്മുടെ സാമാന്യ വിചാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരർത്ഥം തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഒരു വചനത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുക. മോശയുടെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു വിശ്വാസ തലത്തെക്കുറിച്ചും, പിന്നീട് ക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടലിനെക്കുറിച്ചുമൊക്കെയുള്ള ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസ്കാര രൂപീകരണത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ് സഞ്ചരിക്കുന്ന വഴികളിൽ ദൈവിക പ്രകാശം ചൊരിയാത്ത മങ്ങാത്ത കണ്ണുകളുള്ള ദീർഘായുസ് നമുക്കുണ്ടാവുക എന്നാണ് മോശ കാട്ടിത്തരിക. ക്രിസ്തുവും ആ ഒരു വഴികളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. മങ്ങാത്ത കണ്ണുകളുള്ള, ജീവിതത്തിൽ എപ്പോഴും ദൈവികമായ പ്രകാശത്തിലേക്ക് അവരനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം. അതാണ് ക്രിസ്തു അവൻ്റെ 33 വർഷക്കാലം അവൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവൻ കയറിപ്പോകുന്നതും ആ ഒരു സംസ്കാരത്തിൻ്റെ നായകനായിട്ടാണ്. ഇപ്രകാരമുള്ള ചില സംസ്കാരങ്ങൾ, ദൈവികമായ സംസ്കാരങ്ങൾ രൂപപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു വിശ്വാസ തലത്തിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്കുള്ള ഒരു നടപ്പ്, അത് എന്നാണ് നാം തുടങ്ങുക എന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതലും ഈ അധ്യായം അദ്ദേഹം മെനഞ്ഞെടുക്കുന്നത്.
ദൈവം നമ്മെ സംസ്കരിച്ചെടുക്കട്ടെ. ദൈവികമായ ഒരു സംസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിനും സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുക. ഒരു രൂപാന്തരത്തിനായിട്ടാവണം നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒരു രൂപാന്തരണത്തിനല്ല, മറിച്ച് മറ്റു പല വിജയങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ്. തീർച്ചയാണ് വിജയങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷേ ഒരു വ്യക്തിപരമായ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു രൂപാന്തരത്തിനായിട്ടാവണം നമ്മുടെ പ്രാർത്ഥന എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. സുഖവാസങ്ങളിൽ നിന്നും അപ്രമാദിത്വങ്ങളിൽ നിന്നും മമതകളിൽ നിന്നും ഒരു ഇറങ്ങിപ്പോക്ക്, ദർശനങ്ങളിലേക്ക് ഒരു കരേറ്റം, സൗമ്യമായ ഒരു നടപ്പ്, ഇത് മതിയാവും ഒരു ദൈവിക സംസ്കാരത്തിന് എന്ന് വിശ്വസിച്ചോട്ടെ. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായം അവസാനിക്കുന്നത്. ദൈവികമായ ഒരു സംസ്കാരം എന്ന് നാം രൂപപ്പെടുത്തിയാൽ അവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ രൂപപ്പെടുന്നത്. പിന്നീട് വരുന്ന അധ്യായം മതത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. മതം ജീവൻ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ജീവനുള്ള മതം എന്തിനാണ് ജീവൻ്റെ മതത്തെ പേടിക്കുന്നത്? ജീവനുള്ള മതം എന്തിനാണ് ജീവൻ്റെ മതത്തെ പേടിപ്പിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. മതം രാഷ്ട്രീയമാകുന്നത് അഭികാമ്യമല്ല, എന്നാൽ രാഷ്ട്രീയം മതമാകുന്നത് അപകടം തന്നെയാണ് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. കരുണയുടെ ഉറവകൾ വറ്റുമ്പോഴാണ് മതത്തിന് ജീവനില്ലാതെ വരിക. അങ്ങനെയാകുമ്പോൾ ജീവൻ്റെ മതത്തെക്കാളും ഗൗരവമായ ഒരു പ്രശ്നം മതത്തിൻ്റെ ജീവനെ ചൊല്ലി ഉടലെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടണം. അതിനെക്കുറിച്ച് ഭാരപ്പെടുകയാണെങ്കിൽ നാം ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല. ജീവനുള്ള ഈ മതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടേണ്ടത് സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ്. ജീവിതത്തിൽ ദർശനമുണ്ടാകണം. സത്യം പറയുന്നതിനെക്കുറിച്ചും സത്യസന്ധമായി ജീവിക്കുന്നതിനെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ടാകണം. കാരണം യോഹന്നാനെ പോലെ നേരുള്ള നാവോടെ ജനിക്കുന്ന ഒരു പുത്രനുണ്ടാകുമ്പോൾ അപ്പൻ്റെ നാവ് സംസാരിച്ചു തുടങ്ങി. എന്നാലോ നമ്മുടെ കാലത്ത് ചില മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ മിണ്ടാട്ടം മുട്ടിപ്പോവുകയാണ്. അത്രത്തോളമുണ്ട് വൈകൃതങ്ങൾ. ശരിയായ ആധ്യാത്മിക പകർച്ചയിലൂടെ സുഹൃതമുള്ളവരാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോഴവരുടെ ചിന്തകൾക്ക് ജീവനുണ്ടാകും, അവരുടെ മതത്തിനും ജീവനുണ്ടാകും. സത്യത്തിൽ എപ്പോഴാണ് നമ്മുടെ മതങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നത്? ഈ മതത്തിൻ്റെ അടിത്തറയായ മനുഷ്യർ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുണ്യങ്ങൾ അഭ്യസിക്കുമ്പോൾ, അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് മതങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നത്. യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ്റെ പിതാവ് സംസാരിച്ചതുപോലെ ഇന്ന് എത്രമാത്രം അത്ഭുതങ്ങൾ തൻ്റെ മക്കളുടെ ജീവിതത്തിലൂടെ തങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വൈകൃതങ്ങൾ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നുവെന്ന് സഖ്യർ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഈ ആധ്യാത്മിക പാരമ്പര്യത്തിൽ, നമ്മുടെ ഈ സംസ്കാരത്തിൽ മതത്തിനുള്ള പങ്ക് അല്ലെങ്കിൽ ജീവനുള്ള മതത്തെ എപ്രകാരമാണ് നാം ചേർത്ത് വയ്ക്കുന്നത്, അത് എപ്രകാരമാണ് നാം ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മാത്രമാണ് എന്ന് ഈ ഓർമ്മക്കുറിപ്പിൽ അല്ലെങ്കിൽ ഈ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നീട് വരുന്ന അധ്യായം ധ്യാനത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ധ്യാനങ്ങൾക്ക് തീ പിടിക്കണമെന്ന്. എങ്ങനെയാണ് നമ്മുടെ ധ്യാനങ്ങൾക്ക് തീ പിടിക്കുന്നത്? ധ്യാനമെന്നാൽ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകൾ ജീവിതത്തിൻ്റെ ശക്തിയായി മാറുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് തീ പിടിക്കുക എന്നതാണ് ധ്യാനത്തിന് തീ പിടിക്കുക എന്നുള്ളത്. നിരവധി പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലൂടെ എന്നും കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകളെയൊക്കെ ധ്യാനങ്ങളാക്കി മാറ്റാൻ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളോടും ചേർത്ത് വായിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളെയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഈ അനുഭവ തലങ്ങളെയൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ അത് ഏറ്റവും വലിയ ധ്യാനമായി മാറുകയാണ്. ഇതിനു വേണ്ടത് നമ്മുടെ ചില ധാരണകളെ മാറ്റുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തോട് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? അവൻ ജീവിതത്തിലുടനീളം കാണിച്ചു തന്നിട്ടുള്ളത് വ്യത്യസ്തമായ ചില ധ്യാനമാർഗങ്ങളാണ്. ഈ ധ്യാനമാർഗങ്ങളാണ് ജീവിതത്തിൽ തീ പിടിക്കേണ്ടത്. നമ്മുടെ ധാരണകളുടെ ചുവരുകൾ ഇടിച്ചു കളയുന്നതിനെക്കുറിച്ചാണ് പുതിയ നിയമം പോലും വാചാലമാകുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളത് കണ്ണിനു പകരം കണ്ണ് എന്നാണെങ്കിൽ, ക്രിസ്തു പറയുക കണ്ണിനു പകരം കാഴ്ച നൽകുക എന്നാണ്. കാഴ്ചയില്ലാത്തവരാണ് കണ്ണുകൾ പറിക്കുന്നത്. പല്ലിനു പകരം സുബോധം നൽകുക. ഒരപ്പത്തിന് പകരം ആയിരങ്ങളുടെ അപ്പത്തെക്കുറിച്ച് വ്യാകുലപ്പെടുക. ക്രിസ്തു പറയുന്നത് കണ്ണിനു പകരം കാഴ്ച നൽകുക. ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ് പലപ്പോഴും നമുക്കെത്താൻ സാധിക്കാത്തത്. ക്രിസ്തു പറഞ്ഞതും
അവൻ പ്രവർത്തിച്ചതുമെല്ലാം ഈ ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ്. കാഴ്ചയ്ക്ക് വേണ്ടി അവർ ഓടിയപ്പോൾ അവൻ അവർക്ക് കാഴ്ച നൽകി, അല്ലെങ്കിൽ കണ്ണിനു വേണ്ടി അവർ പരക്കം പാഞ്ഞപ്പോൾ അവൻ അവർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കിയെന്നാണ് വചനം പറയുക. അപ്പത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടപ്പോൾ അവൻ അവർക്ക് അപ്പം നൽകി. അവസാനം നാം വായിക്കും അവൻ്റെ ജീവിതം തന്നെ അപ്പമായി മാറിയതിനെക്കുറിച്ച്. ഇപ്രകാരമുള്ള ചില നേർക്കാഴ്ചകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. അത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു ദർശനമായി മാറുകയാണ്. ഇങ്ങനെ വരുന്ന ഇത് 7-ാം അധ്യായം ചെന്ന് അവസാനിക്കുന്നതും 8-ാം അധ്യായം തുടങ്ങുന്നതും ആ ഒരു അർത്ഥതലത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ച. നമുക്കെന്നാണ് ദൈവത്തിൻ്റെ കണ്ണായി മാറാൻ സാധിക്കുന്നത്? അങ്ങനെയാണ് 8-ാം അധ്യായം തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ കണ്ണ് എല്ലാം നല്ലതെന്നല്ലേ കാണൂ. ദൈവത്തിൻ്റെ കണ്ണ് കാണുന്നത് മുഴുവൻ നല്ലതായിട്ടാണ്. എല്ലാ കാര്യങ്ങളും നല്ലതായി പരിണമിക്കുന്നു. എല്ലാ കാര്യങ്ങളും നല്ലത് എന്നാണ് അവൻ കാണുന്നതും അവൻ വിളിക്കുന്നതും. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കാഴ്ച, ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ ജീവിതത്തോട് ചേരുമ്പോൾ പല അനുഭവങ്ങളും പല അർത്ഥതലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ പരാജയങ്ങളും ഇല്ലായ്മകളും പരിമിതികളും പോലും ദൈവത്തിൻ്റെ കണ്ണുള്ളവരായി നാം കാണുമ്പോൾ കൂടുതൽ ഒരു സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കും. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയത എന്നാണ് സഖേർ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ അധ്യായവും ഓരോ കുറിപ്പുകളും അനുഭവങ്ങളുമെല്ലാം ചെന്നു നിൽക്കുന്നത് ഓരോ ധ്യാനത്തിലാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഓരോ അധ്യായത്തിൻ്റെ അവസാനവും ഓരോ ധ്യാനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഓരോ ധ്യാനങ്ങളായി, ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഓരോ ധ്യാനങ്ങളായി ഇതിലെ കുറിപ്പുകളെല്ലാം മാറുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൽ ഈ പുസ്തകം അവസാനിക്കുകയാണ്. 10 അധ്യായങ്ങളിൽ 10 ധ്യാനങ്ങളായി സഖേർ ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുമ്പോൾ ഈ ഒരു ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു ധ്യാനം അതിമനോഹരമായി എനിക്ക് തോന്നി. അതിപ്രകാരമാണ്: നിഷ്ക്രിയനായ ദൈവം എപ്പോഴും നമുക്കൊരു ആകുലതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സക്രിയ ഇടപെടലുകളുടെ ഒരു കൂമ്പാരമാണ് ദൈവം. ഇത്തിരി വലിയ കുന്നോളം പോകുന്ന ഒന്ന്. വെറുതെ ഇരിക്കുന്നതെല്ലാം നമുക്ക് ഭയമാണ്. ദൈവം വെറുതെ ഇരുന്നാലും നമുക്ക് ഭയമാണ്. അവനെക്കുറിച്ചുള്ള ആകുലതകളും പരാതികളും മാത്രമാണ് നമുക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നാം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ എപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരണമെന്ന്. ഈ ഇടപെടലുകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉള്ളപ്പോൾ മാത്രം നാം അവനെ ഓർമ്മിപ്പിക്കും. പക്ഷേ ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ, അവൻ മൗനമായിരിക്കുമ്പോൾ നമുക്ക് ഭയമാണ്, നമുക്ക് സങ്കടമാണ്. ഈ സങ്കടത്തെ മാറ്റി മൗനമായി ദൈവം ഇരിക്കുമ്പോഴും അവനിൽ സന്തോഷമുള്ളവരാകുക എന്ന ഓർമ്മപ്പെടുത്തലിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ആ ധ്യാനം അങ്ങനെ തന്നെയാണ് ജീവിതത്തോട് നാം ചേർത്ത് വയ്ക്കേണ്ടത്. ദൈവം ചിലപ്പോൾ നിശബ്ദനാണ്. ആ നിശബ്ദതയിൽ നമുക്ക് സന്തോഷിക്കാനായാൽ, ആ നിശബ്ദതയെ ജീവിതത്തിൻ്റെ ആത്മീയതയായി മാറ്റിയാൽ, അപ്പോഴാണ് ഹൃദയം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതുമെന്ന ഈ പുസ്തകത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നത്. ആ ഒരു നല്ല അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് സമ്മാനിച്ചത്. അങ്ങനെ സഖേർ തൻ്റെ 10 ധ്യാന വിചാരങ്ങളായി അറിഞ്ഞതും പിന്നെ ഹൃദയം പറഞ്ഞതുമെന്ന ഈ പുസ്തകത്തിലൂടെ നമ്മെ ഒരു ധ്യാന പ്രഭാഷണത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാന ദിവസങ്ങളിലേക്ക് വിളിക്കുകയാണ്.